ആ, നീ ഇന്നും നടക്കാൻ പോയില്ല അല്ലേ? വയ്യച്ച, ക്ഷീണ. ഞാനൊരു സത്യം പറഞ്ഞാൽ നീ അംഗീകരിക്കൂ? എന്തേ? എടാ, നടക്കാനോ എന്തെങ്കിലും വ്യായാമം ചെയ്യാനോ നീ മെനക്കെടാത്തത് കൊണ്ടാവും ചിലപ്പോൾ ഈ ക്ഷീണം. ചിലപ്പോ ആയിരിക്കും അച്ഛാ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രാവിലെ സമയം കിട്ടണ്ടേ? നീ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയതൊരു 10 മിനിറ്റായി കാണുമല്ലോ. ആ സമയം ടെറസിൽ പോയി നടന്നിരുന്നെങ്കിലോ? 10 മിനിറ്റ് നടത്തം കിട്ടിയില്ലേ? അത് മോനൊരു കാര്യം ഓർക്കണം, ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാ, മറ്റൊരാൾ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതല്ല. സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നതേ വെറുതെയാ. മറ്റെല്ലാറ്റിനും നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഈ ഫ്ലാറ്റ് 3-ാം നിലയിലാ. ലിഫ്റ്റ് ഒഴിവാക്കി ഒന്ന് കയറി ഇറങ്ങി നോക്ക്. രാവിലെ പാല് വാങ്ങാൻ പോവാൻ സ്കൂട്ടർ ഒഴിവാക്കി ഒന്ന് നടന്നു നോക്ക്. അത്രയും മതി. ആവശ്യത്തിനുള്ള നടത്തമാവും. വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും. അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒഴികഴിവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും സമയം കണ്ടെത്തുന്ന നമുക്ക് വ്യായാമത്തിനായി അല്പസമയം മാറ്റിവെക്കാനില്ല. മാറിയ ജീവിത സാഹചര്യത്തിൽ, അനാരോഗ്യകരമായ ആഹാരശീലങ്ങളിൽ, പലവിധ മലിനീകരണങ്ങളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നാം വ്യായാമത്തിന് ഏറ്റവും വലിയ പരിഗണന കൊടുത്തേ പറ്റൂ. അസുഖം വന്നാൽ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നാണ് നമ്മുടെ ചിന്ത. ശരിയാണ്, വൈദ്യശാസ്ത്രം ഇന്ന് അത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യായാമത്തിലൂടെ കരുത്താർജിക്കാത്ത ശരീരങ്ങൾ രോഗങ്ങളുടെ താവളമായി മാറുമെന്നറിയുക. അതിനാൽ വ്യായാമം ജീവിത ചര്യയാക്കിയേ മതിയാകും. അതിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് അധിക സമയം ബാക്കി കിട്ടിയേക്കില്ല. ലെറ്റ് us change.